തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുന്നുണ്ട്. പത്മജ വേണുഗോപാലിന്റെ ഇലക്ഷൻ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അവിടെ റോഡ് ഷോയും സംഘടിപ്പിക്കും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീജിത്ത്, പറയൂ, എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ അവിടുത്തെ എൻഗേജ്മെന്റ്? SKN 4:30 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം 2 ദിവസം മുൻപ് തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി SPGയുടെ ഒരു ട്രയൽ റൺ നടത്തിയിരുന്നു. പാലക്കാട് ട്രയൽ റണ്ണിന് ശേഷമാണ് ഇവിടെ ഒരു ട്രയൽ റൺ നടത്തിയത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം നരേന്ദ്രമോദി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ ട്രയൽ റൺ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. നരേന്ദ്രമോദിയോടൊപ്പം ഈ വാഹനത്തിൽ, അദ്ദേഹത്തിന്റെ തുറന്ന വാഹനത്തിൽ ഉണ്ടാവുക പത്മജ വേണുഗോപാൽ BJPയുടെ ജില്ലാ അധ്യക്ഷനുമായിരിക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു വിവരമാണ് നമുക്ക് അവർ നൽകുന്നത്. അതിനുശേഷം മറ്റു സ്ഥാനാർത്ഥികളെ അവസാനിക്കുന്ന റോഡ് ഷോ അവസാനിക്കുന്ന ബിനി ഹെറിറ്റേജിന് സമീപത്തെ ഒരു സ്ഥലത്ത് വെച്ച് അവിടെ തന്നെ സജ്ജീകരിച്ച പ്രത്യേക വേദിയിൽ വെച്ച് മറ്റു സ്ഥാനാർത്ഥികളെ കൂടി, ഈ തൃശ്ശൂർ ജില്ലയിലെ മറ്റു സ്ഥാനാർത്ഥികളെ കൂടി പ്രധാനമന്ത്രി കാണുന്നുണ്ട്. എന്തായാലും ജനറൽ ആശുപത്രി മുതൽ ബിനി വരെ ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായി SPGയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ തന്നെ നഗരത്തിലേക്ക് ഒരു 2 മണിയോടുകൂടി മാത്രമേ ആളുകളെ ഈ മേഖലയിലേക്ക് കയറ്റിവിടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ മേഖലയിലെ വാഹനങ്ങൾ പൂർണ്ണമായി അടയ്ക്കും. ഇപ്പോൾ തന്നെ റൗണ്ടിലേക്കുള്ള വാഹന ഗതാഗതം പരിമിതമായി മാത്രമേ അവർ അനുവദിക്കുന്നുള്ളൂ. പല റോഡുകളിലൂടെയും കയറാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. എന്തായാലും പോലീസിന്റെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലൂടെ, SPGയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലൂടെ പ്രധാനമന്ത്രി വരികയാണ്. എന്നാലും ഒരു പൊതുപ്രസംഗമൊന്നും ഇവിടെയില്ല. പാലക്കാട് രാഷ്ട്രീയ പ്രസംഗം നടത്തിയതിനു ശേഷം കേരളത്തിലേക്ക് വരും. അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപി കേരളത്തിൽ എന്തായാലും ഒരു അവസരം ഞങ്ങൾക്ക് തന്നു നോക്കൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സസ്പെൻസുകളൊക്കെ ഒരുപക്ഷെ തൃശ്ശൂരിലും പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. ചില നേതാക്കളെയൊക്കെ BJP പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന്. അവരാരെങ്കിലും ഇത്തരത്തിൽ ഈ റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുന്ന NDA സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ജില്ലയിലെ സ്ഥാനാർത്ഥികൾക്ക് ഊർജ്ജമായിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലെത്തുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.